നമസ്കാരം. പൊതുജനം കഴുതിയല്ല സാർ എന്ന ജനകീയ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ചില പ്രത്യേക റിപ്പോർട്ടുകൾ, പതിവ് സെഗ്മെന്റുകൾ, ഒപ്പം തന്നെ പ്രേക്ഷകർക്ക് ഈ പരിപാടിയുടെ ഭാഗമാകാനുള്ള അവസരം, ഇതൊക്കെ ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ജനങ്ങളുടെ പ്രതികരണ വേദി കൂടിയാണ് ഈ പരിപാടി. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് നേരിട്ട് ഈ പരിപാടിയിലേക്ക് വിളിക്കാം. നിങ്ങൾക്ക് ഒരു വാർത്താ മാധ്യമം എന്ന നിലയിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഞങ്ങൾ ഇടപെടേണ്ട വിഷയമാണെങ്കിൽ ഇടപെടാം, അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട വിഷയമാണെങ്കിൽ അങ്ങനെയാവാം. നിങ്ങളുടെ ആശങ്കകൾ, പരാതികൾ, നിങ്ങളുടെ കൈവശം വാർത്തകളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അറിയിക്കാം. അതിനുള്ള നമ്പർ ഇതാണ്: 048428300510. നിങ്ങൾക്ക് ദൃശ്യങ്ങൾ അയക്കാനുള്ള, വാട്സാപ്പിൽ ദൃശ്യങ്ങൾ അയക്കാനുള്ള സൗകര്യം കൂടി ഞങ്ങൾ ഒരുക്കുന്നു. അതിനുള്ള നമ്പർ 6235968937. ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകല്ലിൽ കാർ ബസ്സുമായി കൂട്ടിയിടിച്ച് നവദമ്പതികളടക്കം 4 പേരുടെ മരണത്തിന്റെ നടുക്കത്തിലാണ് നാട്. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഹൈദരാബാദ് സ്വദേശികൾ സഞ്ചരിച്ച ബസ്സിലേക്കാണ് കോന്നി മല്ലശ്ശേരി സ്വദേശികളുടെ കാർ ഇടിച്ചു കയറിയത്. അപകടങ്ങൾ പതിവായ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയാണ് ഇത്തവണയും മരണക്കെണിയായി മാറിയത്. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം മൂലം അപകടം തുടർക്കഥയാകുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. ഒരുപാട് സ്വപ്നങ്ങളുമായി പുതിയൊരു ജീവിതം തുടങ്ങിയ നവദമ്പതികൾ, കൂടാതെ അവരുടെ 2 പേരുടെയും അച്ഛന്മാർ. 4 ജീവനാണ്, ഒരു കുടുംബത്തിലെ 4 ജീവനാണ് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ഇന്ന് മരണക്കെണിയിൽ കുടുങ്ങിയത്. മണ്ഡലകാലം തുടങ്ങി ദിവസങ്ങൾ പിന്നിടുമ്പോഴും ശബരിമലയിലേക്കുള്ള പ്രധാന പാതയായ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ അപകടങ്ങളുടെ തുടർക്കഥയാണ്. 4 പേരുടെ ജീവനെടുത്ത കൂടൽ മുറിഞ്ഞക്കല്ലിലെ അപകടമാണ് ഏറ്റവും ഒടുവിലെത്തിയത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മൈലപ്രയിൽ ആന്ധ്രയിൽ നിന്നെത്തിയ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാർ ബസ്സിലും ഓട്ടോയിലും ഇടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റത് 10ഓളം പേർക്കാണ്. ജില്ലാ അതിർത്തിയായ കളഞ്ഞൂരിൽ KSRTC ബസ്സിലേക്ക് ആംബുലൻസ് പാഞ്ഞു കയറിയുണ്ടായ അപകടത്തിൽ കൂട്ടിരിപ്പുകാരെ സ്ത്രീ തെറിച്ചു വീണു. റോഡിന്റെ മിനുസം കാരണം വാഹനങ്ങൾ തെന്നിമാറിയതാണ് അപകടങ്ങളിലേറെയും. നിരവധി സ്കൂളുകളും മറ്റും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന പാതയിൽ ജീവനും കയ്യിൽ പിടിച്ചാണ് കാൽനട യാത്രക്കാരുടെ യാത്ര. റോഡിന്റെ അശാസ്ത്രീയത പരിഹരിച്ചില്ലെങ്കിൽ അപകടങ്ങൾ തുടർക്കഥയാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡിന്റെ അശാസ്ത്രീയമായ പണിയാണോ എന്നുള്ളതാണ് എല്ലാ നാട്ടുകാരും പറയുന്നത്. സ്ഥിരം ഇപ്പോൾ ഒരു 50 അപകടങ്ങളോളം മുറിഞ്ഞൽ ഭാഗത്തായിട്ട് നടന്നിട്ടുണ്ട്. മുറിഞ്ഞൽ ജംഗ്ഷനിൽ പണി പൂർത്തീകരിച്ചിട്ടില്ല. അത് പൂർത്തീകരിച്ച് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന്. പുനലൂർ പൊൻകുന്നം മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ നിർമ്മാണം പൂർത്തിയായിട്ട് 1 വർഷം പിന്നിട്ടതേയുള്ളൂ. ഇതിനിടയിൽ ഇവിടെ പൊലിഞ്ഞ ജീവനുകളുടെ എണ്ണം 10-ലധികമാണ്. സ്ഥലങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെയാണ് ചില റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ തുറന്നടിച്ചു. റോഡ് നിർമ്മാണത്തിൽ അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. വളരെ ദുഃഖകരമായ സംഭവമാണ്. ഒരു കുടുംബത്തിൽ നിന്ന് 4 വ്യക്തികൾ ഒരുമിച്ചൊരു അപകടത്തിൽ മരിക്കുക എന്ന് പറയുമ്പോൾ ഇത് പ്രാഥമികമായി കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഡ്രൈവർ ഉറങ്ങിപ്പോയി, ഡ്രൈവ് ചെയ്തിരുന്ന വ്യക്തി ഉറങ്ങിപ്പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. റോഡുകൾ നന്നാകുന്നു എന്ന് നമുക്ക് കുറ്റം പറയാം. റോഡ് നന്നാകുന്നില്ല എന്നാണ് പൊതുജനങ്ങളുടെ ആരോപണം ഉണ്ടായിരുന്നത്. ഇപ്പോൾ റോഡുകൾ നന്നായപ്പോൾ നമ്മളതിനെ കുറ്റം പറയേണ്ടതില്ല. അതിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിയന്തരമായി ഇപ്പോൾ പാലക്കാട് സംഭവിച്ചുള്ള റോഡിന്റെ ഒരു അപാകതയുണ്ട്, അത് പരിഹരിക്കേണ്ടതുണ്ട്. പത്തനംതിട്ട ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാതകളിൽ 3ഉം സംസ്ഥാന പാതകളിൽ 9 സ്ഥലങ്ങളാണ് അപകട മേഖലയായി നിലവിൽ കണക്കാക്കിയിരിക്കുന്നത്. 4 പേരുടെ ചോര കണ്ടിട്ടെങ്കിലും അധികാരികൾ കണ്ണു തുറക്കട്ടെ. ഡ്രൈവർ ഉറങ്ങിപ്പോയതോ എന്തോ ആയിക്കോട്ടെ കാരണങ്ങൾ. പക്ഷേ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ അപകടങ്ങൾ പതിവാണ്. ഇത് പരിഹരിക്കപ്പെട്ടേ മതിയാകൂ. ദിശാബോർഡുകൾ ഉടൻ തന്നെ സ്ഥാപിക്കട്ടെ. സഞ്ജയ് ഇക്ബാലിനും അഭിലാഷ് കൈതമണിനും അനു ഇളകൊള്ളൂരിനുമൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ.
ഒരുപാട് അപകടക്കെണികളും ഇങ്ങനെ അപകടം പതിഞ്ഞിരിക്കുന്ന പോയിന്റുകളും ഒക്കെ ഉണ്ട് നമ്മുടെ പാതകളിൽ. അതേതൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തി അവിടെ ഒരു വിശദമായ പരിശോധന നടത്തി ഒരു ശാശ്വത പരിഹാരം ആ വിഷയത്തിൽ ഉണ്ടാവുകയാണ് വേണ്ടത്. ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡാണ് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം പരിഹരിച്ചില്ലെങ്കിൽ അപകടം ഇനിയും ആവർത്തിക്കും എന്നാണ് നാട്ടുകാർ പറയുന്നത്. ചില പ്രതികരണങ്ങളിലേക്ക് കൂടി പോകുന്നു, കാണാം പ്രതികരണങ്ങൾ. സ്ഥിരം അപകട മേഖലയാണ്. ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. ഇതിന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്താണ് നേരത്തെ ഒരു കാർ ഇടിച്ച് 2 പേര് മരണമടഞ്ഞത്. ഇന്നലെയും അപകടം ഉണ്ടായിരുന്നു. സ്ഥിര അപകട മേഖലയാണ്. നിരന്തരം ഈ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസങ്ങളിലും ഈ റോഡിൻ്റെ അലൈൻമെൻറ്റ് ഒരു പ്രധാന കാരണം. പിന്നെ സ്പീഡ് ബ്രേക്കറും അതുകൊണ്ട് തന്നെ പോലീസ് സമ്പ്രദായത്തിൽ കൂടെ ക്യാമറകളും സ്ഥാപിച്ചില്ലെങ്കിൽ ഇതിപ്പം കോന്നി കഴിഞ്ഞാൽ ഒരു ക്യാമറകളെ പത്തനാടുത്ത്. അപ്പോൾ ഒരുപാട് പ്രദേശവാസികൾക്കെല്ലാം അറിയാം എവിടെ ക്യാമറ സ്ഥാപിച്ചേക്കുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ റോഡ് പരിചയമില്ലാത്തവരാണ് കൂടുതൽ ഈ റോഡിൽ വരുന്നത്. അപ്പോൾ അതിനായ ഒരു സിഗ്നലുകളില്ല. ബൈ റോഡുകൾ കൂടുതലുള്ള സ്ഥലങ്ങളാണ് മലയോര പ്രദേശത്ത് നിന്ന് വരുന്നിടത്ത്. അവിടെ തീർച്ചയായിട്ടും അധികാരികളുടെ നല്ലൊരു പഠനം നടത്തിയിട്ട് വേണ്ടുന്ന സജ്ജീകരണം ചെയ്തില്ലെങ്കിൽ ആൾക്കാരുടെ മരണത്തിൻ്റെ എണ്ണം കൂടും. അത് അടുപ്പിച്ച് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 2 അപകടം ഇവിടെ. പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഒരു സ്കൂട്ടർ കാറുമായിട്ട് ഇടിച്ചു. അത് കഴിഞ്ഞ് ജംഗ്ഷന് മുമ്പ് അവിടെ മലപ്പുറം ജംഗ്ഷന് അപ്പുറമായിട്ട് രാത്രിയിലൊരു അപകടം ഉണ്ടായി. അങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെ അപകടമായിട്ട് വന്നിരിക്കും. ഒന്നാമത്തെ കാരണം റോഡിന് വീതിയില്ല, അതാ മെയിൻ പ്രോബ്ലം. അപകടം സാധാരണ ഇവിടെ ഉണ്ട്. എല്ലാ വർഷവും ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അതിന് എന്തെങ്കിലും പരിഹാരം വരുമെന്ന് കാര്യമൊന്നും വരത്തില്ല. സീസൺ കഴിയും, അങ്ങനെ പോകും. ഇടി നടക്കാനുള്ളത് നടക്കും. ഈ റോഡിലെ വീതി കുറഞ്ഞു പോയതാണ് ഇവിടെ ആക്സിഡൻറ്റ് കൂടാനുള്ള പ്രധാന കാരണം. പിന്നെ 2 സൈഡിലും വണ്ടി പാർക്കിങ്, വണ്ടി മാറാൻ ബുദ്ധിമുട്ട്. അതെല്ലാം ഓട്ടോ സ്റ്റാൻഡ്, അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് വന്നത് കാരണം മെയിനായിട്ടും എന്നും ആക്സിഡൻ്റാണ്. എത്ര ജീവനുകളാണ് ഓരോ ദിവസവും നമ്മുടെ നിരത്തുകളിൽ പൊലിയുന്നത് എന്നുള്ള കണക്ക് അത് വല്ലാത്ത ഞെട്ടലുണ്ടാക്കുന്ന കണക്കാണ്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ കാര്യത്തിലായിക്കോട്ടെ, കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ മണ്ണാർക്കാട്ടെ പാതയുടെ കാര്യത്തിലായിക്കോട്ടെ, ഇതൊക്കെ അവിടെയുള്ള പ്രദേശവാസികൾ, നാട്ടുകാരൊക്കെ നിരന്തരം അധികൃതർക്ക് മുമ്പിലേക്ക് പരാതിയായി ഉന്നയിച്ച വിഷയങ്ങളാണ്. പക്ഷേ അന്നൊന്നും അത് മുഖവിലേക്ക് എടുത്തില്ല. ഇനിയെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഗൗരവമായൊരു ഇടപെടൽ, പരിശോധന ഒക്കെ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ചൊവ്വാഴ്ച എന്തായാലും ഗതാഗത മന്ത്രി വിളിച്ച യോഗമുണ്ട്. അതിൽ സമഗ്രമായൊരു പരിശോധനയ്ക്കും ഈ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ട നടപടികൾ സംബന്ധിച്ചുമൊക്കെ തീരുമാനമുണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കാം. വയനാട്ടിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക്. പാലക്കാട് സ്വദേശി സതീഷിനാണ് പരിക്കേറ്റത്. സതീഷിനെ വയനാട് മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ വനംവകുപ്പിനോട് അടിയന്തര നടപടി ആവശ്യപ്പെട്ടു എന്ന് IC ബാലകൃഷ്ണൻ MLA പറഞ്ഞു. പാലക്കാട് സ്വദേശിയായ സതീശൻ ചേകാടി എലിഫന്റ് വാലി റിസോർട്ടിലെ തൊഴിലാളിയായിരുന്നു. അദ്ദേഹത്തെ ഇന്ന് ആന ആക്രമിച്ച് ഗുരുതരമായ പരിക്കോടുകൂടി ഇപ്പം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരിക്കുക. ഡോക്ടറുമായി സംസാരിച്ചു. കുറച്ച് ക്രിട്ടിക്കലാണ്. ഇവിടുത്തെ പ്രാഥമികമായ മൈനർ സർജറി നടത്തി അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് കോഴിക്കോടേക്ക് റെഫർ ചെയ്യുമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ഈ വിവരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെയും അറിയിച്ചിട്ടുണ്ട്. ഈ കാര്യം വനംവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ വിളിച്ച് ഈ ഗൗരവം പെടുത്തുമെന്നുകൂടി അറിയിക്കുകയാണ്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന്. രാഹുൽ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി ലഭ്യമാകുന്ന വിവരങ്ങൾ? നാട്ടുകാർ പറയുന്നത് എന്താണ്? ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള സതീഷിൻ്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് രാഹുൽ? റീജിത്ത്, പുൽപ്പള്ളി ചേകാടിയിൽ ഉച്ചയ്ക്ക് 2:30 സംഭവം. പാലക്കാട് സ്വദേശിയായിട്ടുള്ള സതീഷിനാണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. സതീഷ് ഉൾപ്പെടുന്ന 4 പേരടങ്ങുന്ന സംഘം ഈ പ്രദേശത്ത് മരപ്പണിക്ക് വേണ്ടിയാണ് എത്തിയത്. ഇന്ന് ഞായറാഴ്ച ദിവസമായതിനാൽ ജോലി ഇല്ലായിരുന്നു. അതുകൊണ്ട് സാധനങ്ങൾ വാങ്ങാൻ പുറത്തേക്ക് പോകുമ്പോഴാണ് കാട്ടാനയുടെ മുന്നിൽ അകപ്പെടുന്നത്. സതീഷിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് 3 പേരും ഓടി രക്ഷപ്പെട്ടു. പക്ഷേ സതീഷിൻ്റെ കാലിൽ കമ്പി ഇട്ടിരിക്കുന്നതിനാൽ ഓടി രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഒപ്പമുള്ള ആളുകളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പറയുന്നതനുസരിച്ച് കാട്ടാന പാഞ്ഞെടുക്കുകയും സതീഷിനെ കുത്തി വീഴ്ത്തുകയുമായിരുന്നു. തുടർന്ന് കാട്ടാന പോയ ശേഷമാണ് ഇവർ ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ഈ പ്രദേശത്ത് റേഞ്ച് ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി 1.5 മണിക്കൂറിന് ശേഷമാണ് സതീഷിനെ മാനന്തവാടിയിലെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ആരോഗ്യനില അതീവ ഗുരുതരമാകാൻ കാരണമാകുകയും ചെയ്തിട്ടുണ്ട്. മാനന്തവാടിയിലെ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം സതീഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. വയറിനാണ് ഗുരുതരമായി പരിക്കേറ്റത്.
പരിക്കേറ്റിട്ടുള്ളത്. കൂടെയുള്ള ആളുകൾ പറയുന്ന അനുസരിച്ച് ഈ കൊമ്പ് വയറിലൂടെ കയറി പുറത്തു വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതീവ ഗുരുതരമായ ഒരു സാഹചര്യമുണ്ട്. IC ബാലകൃഷ്ണൻ MLA ആശുപത്രിയിൽ എത്തിയിരുന്നു. ആശുപത്രി അധികൃതരുമായി സംസാരിക്കുകയും വനം വകുപ്പിനോട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട അടിയന്തര നടപടി സ്വീകരിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശത്ത് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രാഥമികമായ പരിശോധന നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രദേശത്ത് കാട്ടാന ഇപ്പോഴില്ല എന്നൊരു സ്ഥിരീകരണമാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇനി കോഴിക്കോട് എത്തി കൂടുതൽ ചികിത്സ നൽകിയാൽ മാത്രമാണ് സതീഷിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. പാലക്കാട് സ്വദേശി സതീഷിന്റെ പരിക്ക് അല്പം ഗുരുതരമാണ് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ കാട്ടാന ആക്രമണത്തിന് ശേഷം ഏതാണ്ട് 1.5 മണിക്കൂറോളം ഈ സതീഷിന് പരിക്കേറ്റ് കിടക്കേണ്ടി വന്നു. അതിനുശേഷമാണ് സതീഷിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞത് എന്നുള്ളത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ്. അവിടെയും ഈ സമാനമായ പ്രശ്നമാണ്. നിരന്തരം ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവിടെയുള്ള പ്രദേശവാസികൾ പരാതി പറയുന്നു. പക്ഷേ യാതൊരു തരത്തിലുള്ള പരിഹാരവുമില്ലാതെ, ഒരു ശാശ്വത പരിഹാരമില്ലാതെ ആ വിഷയം ഇങ്ങനെ നീണ്ടു പോകുന്നു. ഓരോരുത്തർക്ക് അപകടം പറ്റുന്നു, അത് വാർത്തയാവുന്നു. ആ ഘട്ടത്തിൽ ചില ഇടപെടലുകൾ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നതിനപ്പുറത്തേക്ക് ആ വിഷയത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുന്നില്ല എന്നുള്ളതും വേദനാജനകമായ കാര്യമാണ്. അടുത്ത റിപ്പോർട്ടിലേക്ക്. പാതയോരങ്ങളിലെ ബോർഡുകളും ബാനറുകളും മാറ്റുന്നതിൽ എല്ലാ കാലത്തും സർക്കാരിന് അനാസ്ഥ തന്നെയാണ്. ഹൈക്കോടതിയിൽ നിന്ന് വിമർശനമുയരുമ്പോൾ മാത്രമാണ് പ്രഹസനമായി ഉത്തരവുകൾ പോലും ഇറങ്ങുന്നത്. കഴിഞ്ഞ 1 വർഷത്തിനിടെ അനധികൃത ബോർഡുകളും ബാനറുകളും നീക്കാൻ സർക്കാർ ഇറക്കിയത് നിരവധി ഉത്തരവുകളാണ്. കാലാകാലങ്ങളിൽ ഇറങ്ങുന്ന ഈ ഉത്തരവുകൾ നടപ്പാക്കാറില്ല എന്നതാണ് വസ്തുത. സർക്കാരിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ബോർഡുകളാണ് നിരത്തുകളിലേറെയും. തൊട്ടാൽ കൈപൊള്ളും. സർക്കാരിൻ്റെ മൗനാനുവാദത്തോടു കൂടിയാണ് ഇത്തരം നിയമലംഘനങ്ങൾ എന്നതാണ് മറ്റൊരു വസ്തുത. ഈ വർഷം ഒക്ടോബർ 27-ന് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഇറക്കിയ സർക്കുലറാണ് ഇത്. അനധികൃത ബോർഡുകളും ബാനറുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യണമെന്നായിരുന്നു കർശന നിർദ്ദേശം. എന്നാൽ ഒന്നുമുണ്ടായില്ല. 2 മാസമാകുമ്പോൾ അതേ തദ്ദേശ വകുപ്പ് ഡയറക്ടർ ഇന്നലെ വീണ്ടും അതേ സർക്കുലർ ഇറക്കി. സർക്കാരിൻ്റെ ഒരു വകുപ്പും പാതയോരങ്ങളിലോ ഫുട്പാത്തുകളിലോ ട്രാഫിക് ഐലൻഡുകളിലോ യാതൊരുവിധ ബോർഡുകളും ബാനറുകളും സ്ഥാപിക്കരുത്. അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യാൻ സ്ക്വാഡുകൾ ഇറങ്ങണം. ഇതിൽ വീഴ്ചയുണ്ടായാൽ അത് തദ്ദേശ സെക്രട്ടറിമാരുടെ വീഴ്ചയായി കാണുമെന്നും സർക്കുലറിൽ പറയുന്നു. ഒക്ടോബറിൽ ഇറക്കിയ സർക്കുലറിന്റെ സൂചന പരിശോധിച്ചാൽ തദ്ദേശ വകുപ്പിന്റെ സമീപനം കൂടുതൽ ബോധ്യമാകും. 27/10/2024 ഇറക്കിയ സർക്കുലറിന്റെ സൂചനയിൽ തന്നെ 4 സർക്കാർ ഉത്തരവുകളും 3 കോടതി ഉത്തരവുകളും പരാമർശിച്ചിട്ടുണ്ട്. അതായത് മുൻകാല ഉത്തരവുകൾ നിലനിൽക്കുന്നുവെന്ന് വ്യക്തം. അനധികൃത ബോർഡുകൾക്കെതിരെ ഹൈക്കോടതി നിലപാട് ഘടിപ്പിച്ചതോടെയാണ് ഗത്യന്തരമില്ലാതെ സർക്കാരിൻ്റെ ഇടപെടൽ. കാലാകാലങ്ങളിൽ ഇത്തരം ഉത്തരവുകൾ പുറത്തിറക്കാറുണ്ടെങ്കിലും ഒന്നും നടപ്പിലാകാറില്ല. തദ്ദേശ ഭരണസമിതിയെയും സർക്കാരിനെയും പിണക്കി ഉത്തരവ് നടപ്പിലാക്കിയാൽ കെണിയിലാകുന്നത് പാവം ഉദ്യോഗസ്ഥരാണ്. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഇനി ബേപ്പൂരിലേക്കാണ്. ബേപ്പൂർ തുറമുഖത്തിന്റെ വികസന മുരടിപ്പിനെതിരെ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ് തൊഴിലാളികൾ. കപ്പൽ ചാലിന്റെ ആഴം കൂട്ടുന്നതുൾപ്പെടെ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് തുറമുഖം കടന്നുപോകുന്നത്. അടിയന്തരമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. റിപ്പോർട്ട് കാണാം. ബേപ്പൂർ തുറമുഖം അത് മലബാറിന്റെ വാണിജ്യ മുഖമായിരുന്നു ഒരു കാലത്ത്. എന്നാൽ ഇന്ന് നിശ്ചലാവസ്ഥയിലാണ്. ഇവിടെ നിന്ന് ലക്ഷദ്വീപിലേക്ക് 5-ലധികം യാത്രാ സർവീസുകൾ നടത്തിയിരുന്നു. ഈ സർവീസുകൾ നിർത്തലാക്കിയിട്ട് 4 വർഷം. യാത്രക്കാരെ മാത്രമല്ല തൊഴിലാളികളെയും ഇത് പ്രതികൂലമായി ബാധിച്ചു. കപ്പൽ ചാലിന്റെ ആഴം കൂട്ടാത്തതാണ് പ്രതിസന്ധിയെന്ന് പറയുന്നു. കപ്പൽ ചാലിലെ പാറകൾ പൊട്ടിക്കുന്നതാണ് നിലവിലെ പ്രശ്നം. ഇന്ന് ആധുനിക സംവിധാനം നിലനിൽക്കുകയാണ്. ഒരു കപ്പൽ ഇങ്ങോട്ട് കയറണമെങ്കിൽ, ബേപ്പൂർ പോർട്ടിലേക്ക് കയറണമെങ്കിൽ ആഴം വേണം. ആ ആഴം എന്നറിയുന്നത് അവർക്ക് അവരെ റൂമിലിരുന്ന് കഴിഞ്ഞാൽ ഇന്നറിയാം ബേപ്പൂർ പോർട്ടിൽ എത്ര ആഴമുണ്ടെന്നല്ലേ. അപ്പോൾ ബേപ്പൂർ പോർട്ടിന്റെ പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ട്രഡ്ജിംഗ് ആണ്. മേജർ ട്രഡ്ജിംഗ് നടത്തിയിട്ട് ബേപ്പൂർ പോർട്ടിൽ ആഴം കൂട്ടിക്കഴിഞ്ഞാൽ ബേപ്പൂരിന്റെ വികസനം തുടക്കം കുറിക്കാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ കോവിലകം ഭൂമി, സിൽക്കിന്, അതായത് പോർട്ട് പാട്ടത്തിന് കൊടുത്ത സിൽക്കിന്റെ ഭൂമി, ഇതൊക്കെ പോർട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പോർട്ടിന് ആവശ്യത്തിലേറെ ഭൂമിയായി. അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മളെ സാധനങ്ങൾ കൊണ്ടുപോയി വെക്കാനും ഒക്കെ ഭൂമി ഒരുപാടുണ്ടാവും. അതേമാതിരി തന്നെ കാലപ്പഴക്കം തന്ന ക്രെയിനുകൾ ഏകദേശം 35 വർഷത്തോളമായി ഈ ക്രെയിനിന്റെ കമ്പനി പൂട്ടിയിട്ട് ആ ക്രെയിനുകൾ വെച്ചിട്ടാണ് ഇവിടെ ലോഡിങ് നടക്കുന്നത്. മൊത്തത്തിൽ 5 ക്രെയിൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ആകെ 2 ക്രെയിനാണ് ഉപയോഗിക്കുന്നത്. ബാക്കി 3 ക്രെയിൻ ഉപയോഗിക്കുന്നത്. അതേമാതിരി മൊബൈൽ ക്രെയിനുകൾ നിങ്ങൾ വന്നാൽ കാണാം, ഒരു ശവപ്പറമ്പാണ്.
ഒരു 4-5 മൊബൈൽ ക്രെയിൻ രാവിലെ വന്നു കഴിഞ്ഞാൽ തൊഴിലാളികൾ തള്ളിക്കൊടുക്കുക, എന്നിട്ടാണ് അത് സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ അത്രയും വെച്ചാൽ ഒരു ദുർഘടം പിടിച്ച ഒരു അവസ്ഥയാണ് ബേപ്പൂർ പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ ദിവസം തുറമുഖത്തെത്തിയ മന്ത്രി VN വാസവൻ ഇക്കാര്യത്തിൽ ഉടൻ നടപടിയെന്നും പരിസ്ഥിതി ആഘാത പഠനം 6 മാസത്തിനകം പൂർത്തിയാക്കുമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഇത് എത്ര വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയും എന്ന ആശങ്ക തൊഴിലാളികൾക്കുണ്ട്. നിലവിൽ ഉരു സർവീസുകൾ മാത്രമാണ് ലക്ഷദ്വീപിലേക്ക് നടത്തുന്നത്. അതും വിരലിലെണ്ണാവുന്ന സർവീസുകൾ മാത്രമായി ചുരുങ്ങി. കയറ്റിറക്കങ്ങൾ നിന്നതോടെ തൊഴിലാളികൾക്കും ജോലിയില്ലാതായി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തുറമുഖത്തെ തൊഴിലാളികളെല്ലാം പ്രക്ഷോഭത്തിലാണ്. ഈ ജോലി കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണിവർ. പതിനഞ്ച് വർഷത്തിലധികമായി ചർച്ചയാകുന്നതാണ് തുറമുഖത്തിന്റെ വികസനം. അത് കടലാസിൽ മാത്രം ഒതുങ്ങുന്ന കാഴ്ചയാണ്. അടിസ്ഥാന വികസനത്തിന്റെ കാര്യത്തിൽ പോലും തുറമുഖം പ്രതിസന്ധി നേരിടുന്നു. ഈ കാണുന്ന ക്രെയിനുകളെല്ലാം നോക്കുകുത്തികളായി മാറി. കപ്പൽ ചാലിന്റെ ആഴം 7 മീറ്റർ ആക്കണം. പാട്ടത്തിന് നൽകിയ തുറമുഖ വകുപ്പിന്റെ ഭൂമി ഏറ്റെടുക്കണം. വികസനം സാധ്യമാക്കണം എന്നിവയാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ തൊഴിലാളികളെ കണ്ടിരുന്നു, അവരുടെ പ്രശ്നങ്ങൾ കേട്ടിരുന്നു. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉടൻ പരിഹാരം വേണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. മുനീഫ് തിരൂരിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ബേപ്പൂർ തുറമുഖത്തിന്റെ സമഗ്ര വികസനം എന്നുള്ളത് കാലങ്ങളായുള്ള ആവശ്യമാണ്. ചില ഘട്ടങ്ങളിൽ ചില ഉറപ്പുകൾ തൊഴിലാളികൾക്ക് കിട്ടിയെങ്കിലും പിന്നീട് അതൊന്നും മുന്നോട്ട് പോകുന്നത് കണ്ടില്ല. കടലാസിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്നതാണ് കണ്ടത്. അതിനെ തുടർന്നാണ് കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാ തൊഴിലാളികളും കൂടി ചേർന്നുകൊണ്ട് സമരത്തിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ചില പ്രതികരണങ്ങൾ കൂടി കാണാം. ഞങ്ങൾക്ക് അവിടെ സാധനം ഇറക്കിയേക്കാൾ ലക്ഷദ്വീപാണ് ഞങ്ങൾക്ക് ആകെയുള്ള ആശ്രയങ്ങൾ. ഞങ്ങളിവിടെ നിന്ന് തന്നെ ഒരു 166 തൊഴിലാളിയുണ്ട്. ഞങ്ങൾ ആകെ ആശ്രയം ഞങ്ങൾ പോർട്ടായിട്ടുള്ള. പക്ഷെ ഞങ്ങൾക്ക് അതിനും വികസനം വേണം. വികസനം പത്രത്തിലല്ലാതെ വേറെ ഒരു വികസനം ഞങ്ങൾ കാണുന്നില്ല. കാലാകാലങ്ങളായി ഇവിടെ തുറമുഖത്തിന്റെ വികസനങ്ങളൊന്നും നടക്കില്ല. എല്ലാം പത്രങ്ങളിലും മാധ്യമങ്ങളിലും മാത്രം എല്ലാ വർഷവും ഇങ്ങനെ കാണാമെന്നല്ലാതെ കോടികൾ പാസ്സാവുന്നുണ്ട്. ഇവിടെ പോകുന്നൊന്നും ആരും അറിയുന്നില്ല. ഒരു 3 വർഷത്തിൽ കൂടുതലായി ലക്ഷദ്വീപുകാർക്ക് വളരെ പ്രയാസമാണ്. പക്ഷെ ലക്ഷദ്വീപുകാർക്ക് എന്ന് പറഞ്ഞാൽ ബേപ്പൂര് അവരെ എല്ലാ കാര്യം കൊണ്ടും, അവർ ഹോസ്പിറ്റൽ കാര്യമാണെങ്കിലും മറ്റെന്ത് കാര്യം പോലെ മറ്റ് ഭക്ഷ്യസാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ സൗകര്യമുള്ളത് ബേപ്പൂർ പോർട്ടാണ്. ഈ ബേപ്പൂർ പോർട്ടിനെ ആശ്രയിച്ചുകൊണ്ടാണ് ദ്വീപ് സമൂഹം കഴിഞ്ഞുകൂടുന്നത്. മന്ത്രി വന്നതെന്ന് പറഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 6 മാസമാണ് പരിസ്ഥിതി ആഘാത പഠനത്തിൻ്റെ റിപ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് കിട്ടാനുള്ള ശ്രമം നടത്തുക എന്നുള്ളത് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 6 മാസത്തേക്കുള്ള റിപ്പോർട്ട് കിട്ടിയാലും ഈ ഒരു സീസണിൽ വർക്ക് നടക്കാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് മന്ത്രിയുടെ വാക്കിന് ഞങ്ങൾ പ്രതീക്ഷയില്ലായ്മയല്ല. വരും കാലത്തേക്ക് അതൊക്കെ സഹായകരമായ നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വാർത്തകളിലേക്ക് വീണ്ടും. മുണ്ടക്കൈ ചുരുൾമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമുയർത്തുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാനദണ്ഡങ്ങൾ അനുസരിച്ച് കേരളം കൃത്യമായ കണക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അമിത്ഷാ പച്ചക്കള്ളം പറയുന്നു എന്ന വിമർശനം ആവർത്തിക്കുന്നുണ്ട് പിണറായി വിജയൻ. അതുപോലെ ഒരു ചില്ലിക്കാശ് കേരളത്തിന് കേന്ദ്രം തരുന്നില്ല, കേരളം എന്താ രാജ്യത്തിൻ്റെ ഭാഗമല്ലേ എന്ന ചോദ്യമൊക്കെ പിണറായി വിജയൻ ഉയർത്തുന്നുണ്ട് പ്രസംഗത്തിൽ. മലപ്പുറത്ത് നിന്ന് മറ്റൊരു വിവരം പുറത്തു വരുന്നത് മലപ്പുറം തിരുനാവായിൽ ഭാരതപ്പുഴയിൽ ഒരാൾ മുങ്ങി മരിച്ചു എന്നുള്ള വിവരമാണ്. കൽപ്പകഞ്ചേരി സ്വദേശിയാണ് സുബ്രഹ്മണ്യൻ എന്ന മണിയാണ് മരിച്ചിരിക്കുന്നത്. ആ വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അടുത്ത റിപ്പോർട്ടിലേക്ക്. ചില പ്രശ്നങ്ങൾ കൺമുന്നിൽ നടന്നാലും പലരുടെയും കണ്ണ് അങ്ങോട്ടെത്തില്ല. അപ്പോൾ പൊതുജനം ഇങ്ങനെ ഉറക്കെ പറയും, കണ്ണുണ്ടായാൽ പോരെ സാർ. ഇടുക്കി കമ്പകക്കാനത്തേക്കാണ്. അവിടെ വാഹനം കയറി വയോധികന്റെ വലത് കൈ അറ്റുപോയിട്ട് 1 മാസം പിന്നിടുകയാണ്. പക്ഷേ ആ അപകടമുണ്ടാക്കിയ വാഹനം ഏതാണ് എന്ന കാര്യം പോലീസിന്, മോട്ടോർ വാഹന വകുപ്പിനൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കൂലിപ്പണിയെടുത്ത് ജീവിച്ചിരുന്ന സെബാസ്റ്റ്യൻ ജോസഫ് എന്ന വ്യക്തിയുടെ ജീവിതം വഴിമുട്ടിയ നിലയിലാണ്. നവംബർ മാസം 12-ാം തീയതി ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് മടങ്ങുന്ന വഴി
ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ ഇടുക്കി വണ്ണപ്പുറം കമ്പകക്കാനത്ത് വെച്ചാണ് സെബാസ്റ്റ്യൻ ജോസഫിന് അപകടമുണ്ടാകുന്നത്. അജ്ഞാത വാഹനത്തിന്റെ ടയർ കയറി വലത് കൈ ചതഞ്ഞറിഞ്ഞ് അറ്റുപോയി. തൊട്ട് താഴെ ഒരു ചായക്കടയുണ്ട്. അവിടെ വന്ന് ചായയും കുടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി പോകുന്ന നമ്മളിങ്ങോട്ട് തിരിയുന്ന നമ്മുടെ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് തിരിയുന്ന ആ കവല വരെയും വന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ വരുമ്പോൾ എനിക്ക് തലയ്ക്ക് ഒരു ചെറിയൊരു മന്നി പോലെ തോന്നി. താഴെ നിന്ന് കയറി പോലും വിടുന്നതും കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ആ മന്നിപ്പ് തോന്നി അവിടെ വീഴുക ചെയ്തെന്നാണ്. അത് കഴിഞ്ഞ് എനിക്ക് ഓർമ്മ അവിടുന്ന് ഓർമ്മ പോയി വണ്ടി കയ്യെ കയറുന്നതോ മറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല. കൂലിപ്പണിക്ക് പോയാണ് ഭിന്നശേഷിക്കാരിയായ മകൾ ഉൾപ്പെടെയുള്ള കുടുംബത്തെ സെബാസ്റ്റ്യൻ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. കടയിൽ പോകാമെന്ന് പറഞ്ഞ് പോയതാ. ഇങ്ങനെ പുള്ളി ഇവിടം വരെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായി, അപകടം ഉണ്ടായി. ഞാൻ ചെന്ന് ഒന്നേ നോക്കിയുള്ളൂ. ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ വെട്ടി കുളിച്ച് കിടക്കുമായിരുന്നു. പിന്നെ എന്നാ അവിടെ സംഭവിച്ചെന്ന് പോലും എങ്ങനെയാണ് കൊണ്ടുപോയത് ഇതൊന്നും എനിക്കറിയത്തില്ല. അപകടമുണ്ടായ സ്ഥലത്ത് ദൃക്സാക്ഷികൾ ആരും ഉണ്ടായിരുന്നില്ല. കുറച്ചു ദൂരം മാറിയുള്ള വീടുകളിൽ നിന്നും ലഭിച്ച CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അപകടമുണ്ടായ സമയത്ത് കടന്നുപോയ വാഹനങ്ങളുടെ നമ്പറുകൾ ശേഖരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും കാര്യമായ സൂചന ലഭിച്ചിട്ടില്ല. കൂടുതൽ പരിശോധന നടത്തി അപകടമുണ്ടാക്കിയ വാഹനം കണ്ടെത്തുമെന്നാണ് പോലീസിന്റെ വിശദീകരണം. അറ്റുപോയ കൈയുമായി കുടുംബത്തിന് താങ്ങാവാൻ സെബാസ്റ്റ്യനിന് കഴിയില്ല. അർഹിച്ച നഷ്ടപരിഹാരം ലഭിക്കാൻ ഇടിച്ചിട്ട വാഹനം കണ്ടെത്തണം. അതിന് പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടക്കണം. എബിൻ ജോസ്, 24, തൊടുപുഴ. പൊതുജനം കഴുതയല്ല സാർ. ഇനി പതിവ് സെഗ്മെന്റിലേക്കാണ്. സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം. കാണാം വ്യാജം. ലോക്സഭയിലെ ചർച്ചയ്ക്കിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉറങ്ങിപ്പോയോ? വഖഫ് ഭേദഗതി ബിൽ ചർച്ചയ്ക്കിടെ രാഹുൽ ഉറങ്ങിപ്പോയി എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. എന്താണ് ഇതിന്റെ വസ്തുത, വാസ്തവം? കാണാം റിപ്പോർട്ട്. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് സഭയിൽ ഉറക്കമാണോ ജോലി എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ പ്രചരിക്കുന്നത്. പൊതുഖജനാവിലെ പണം കൊണ്ട് തീറ്റയും കുടിയും താമസവും, എന്നിട്ട് പാർലമെന്റിലെ ഉറക്കം നാണക്കേടെന്ന് മറ്റു ചിലരും അഭിപ്രായപ്പെടുന്നു. വഖഫ് ഭേദഗതി ബിൽ ചർച്ചയ്ക്കിടെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു സംസാരിക്കുന്ന വേളയിൽ രാഹുൽ ഉറങ്ങുന്നതായാണ് പ്രചരിക്കുന്ന വീഡിയോ. എന്നാൽ 24 ഫാക്ട് ചെക്ക് വിഭാഗം നടത്തിയ പരിശോധനയിൽ വൈറലായ വീഡിയോ വ്യാജമെന്ന് കണ്ടെത്തി. സൺസെറ്റ് TV വഴിയാണ് സഭാ സമ്മേളനങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത്. എന്നാൽ സൺസെറ്റ് TVയിൽ സംപ്രേഷണം ചെയ്ത യഥാർത്ഥ വീഡിയോയിൽ ഇത്തരത്തിൽ ആരും ഉറങ്ങുന്ന ദൃശ്യങ്ങളില്ല. കൂടുതൽ പരിശോധനയിൽ ബില്ലിലെ ചർച്ചയിൽ കിരൺ റിജിജു മറുപടി പറയുന്ന വേളയിൽ തൃണമൂൽ MP സൗഗതാറായി ഉറങ്ങിയെന്നാരോപിച്ച BJP MPമാർ ബഹളം വയ്ക്കുന്നതാണ് യഥാർത്ഥ വീഡിയോ എന്ന് വ്യക്തമായി. ഈ വീഡിയോ എഡിറ്റ് ചെയ്താണ് രാഹുലിനെതിരായ വ്യാജ പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ കൊഴുക്കുന്നത്. ഫാക്ട് ചെക്ക് ഡെസ്ക് 24. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്.